പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതാണ്ട് 1.5 ആഴ്ചയായി വലിയൊരു വിവാദം ഇങ്ങനെ വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വിവാദം എന്താണെന്ന് ചോദിച്ചാൽ, ഒട്ടനവധി വിവാദങ്ങളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ മുഖ്യ കഥാപാത്രമായ യു ഡി എഫ് സർക്കാരിൻ്റെ കണ്ണിലെ കരടായിട്ടുള്ള LDF സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് വിജയൻ്റെ വിശ്വസ്ത വിനീത വിധേയനും പൊന്നോമന പുത്രനുമായ ADGP MR അജിത് കുമാറിനെതിരെയുള്ള നടപടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആ വിവാദം. ആ വിവാദം എന്താണെന്ന് ചോദിച്ചാൽ, ADGP അജിത് കുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടി UDF സർക്കാർ, പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി ശ്രീമാൻ രമേശ് ചെന്നിത്തല വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ വിവാദത്തിൻ്റെ ആകെ തുക. നമുക്കറിയാം, പല കാരണങ്ങൾ കൊണ്ടും UDF സർക്കാരിന് തീർത്തും അനഭിമതനാണ് ADGP MR അജിത് കുമാർ. അതിന് പല കാരണങ്ങളുണ്ട്. വിശദമായി ഞാൻ പറയുന്നില്ലെങ്കിൽ ഒന്ന് ചുരുക്കി ഞാനൊന്ന് പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്, ആലപ്പുഴയിൽ നടന്ന അതിക്രൂരമായിട്ടുള്ള മർദ്ദനം, വിജയൻ്റെ അംഗരക്ഷകരെ, യൂത്ത് കോൺഗ്രസിൻ്റെ 2 നേതാക്കന്മാരെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സംഭവം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ. അതിലൊരാൾ AD തോമസ് ആലപ്പുഴ MLA ആണ്. വേറൊരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഇപ്പം കേരളത്തിലെ സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് നിയമിതനായിട്ടുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ, ആ ഗൂഢാലോചനയിൽ മുഖ്യ പങ്കുള്ളത് ADGP അജിത് കുമാറിനാണ്, MR അജിത് കുമാറിനാണ് എന്നുള്ള നിലയിലുള്ള അന്വേഷണങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ് ആ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല കൂടെ ഇടപെട്ടുകൊണ്ട് പൂഴ്ത്തിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചരണം. അപ്പോൾ അതിൻ്റെ സ്വാർത്ഥ താല്പര്യം, നിക്ഷിപ്ത താല്പര്യങ്ങളിലേക്കൊക്കെ ഞാൻ വരാം. അതിനു മുമ്പ് MR അജിത് കുമാറിനെ കുറിച്ചിട്ട് നിക്ഷിപ്തമായി നമ്മളൊന്ന് പറഞ്ഞാൽ, MR അജിത് കുമാർ ഈ പ്രശ്നത്തിൽ വിവാദ കഥാപാത്രമായി നിൽക്കുകയാണ്. പക്ഷേ MR അജിത് കുമാറിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. 2020 സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം പുറത്തു വരുമ്പോൾ ഇയാൾ വിജിലൻസ് ഡയറക്ടറാണ്. ആ വിജിലൻസ് ഡയറക്ടറായിരുന്ന സമയത്ത് അയാൾ എന്താ അന്ന് ചെയ്തത്? അയാൾ കൂടി ഗൂഢാലോചന നടത്തിക്കൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സ്വപ്ന സുരേഷ് നൽകിയ 164 സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞ ഒരാളെ സ്വപ്ന സുരേഷിന് മുന്നിലേക്ക് പറഞ്ഞു വിടുകയും, അയാൾ ചെന്ന് സ്വപ്ന സുരേഷിനെ ഈ 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് അയാളോട് ആവശ്യപ്പെടുകയും ചെയ്യുകയും, അയാൾ സ്വപ്ന സുരേഷുമായി സംസാരിക്കുന്ന സമയത്ത് ഏതാണ്ടൊരു 1-2 ഡസൻ തവണയോളം ഈ വിജിലൻസ് ഡയറക്ടറായിരുന്ന ഈ MR അജിത് കുമാർ ഈ സ്വപ്ന സുരേഷിനെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നതാണ്. അയാൾ വിളിച്ചതിൻ്റെ കോൾ ഡീറ്റെയിൽസ് ഉൾപ്പെടെ സ്വപ്ന സുരേഷിൻ്റെ മുന്നിലിരുന്ന് സ്വപ്ന സുരേഷിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ഈ മാധ്യമപ്രവർത്തകനെ വിജിലൻസ് ഡയറക്ടറായിരുന്ന ഈ MR അജിത് കുമാർ വിളിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോൺ കോൾ ഡീറ്റെയിൽസ് ഉൾപ്പെടെ പുറത്തു വന്നതാണ്. അതിനുശേഷം ഒരു ഘട്ടത്തിൽ ഈ സ്വപ്ന സുരേഷിൻ്റെ സുഹൃത്തായിട്ടുള്ള സരിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയെ സ്വപ്ന സുരേഷിൻ്റെ വീട്ടിൽ നിന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരെ വിട്ട് പിടിച്ചു പറിച്ച് അയാളെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ച ആളാണ് MR അജിത് കുമാർ. എത്ര ഭീകരനാണ് അയാളെന്ന് ആലോചിച്ച് നോക്ക്. വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെ യാതൊരു വിധത്തിലുള്ള അവകാശാധികാരങ്ങളും ഇല്ലായിരുന്നിട്ടും അതെല്ലാം മറികടന്നുകൊണ്ട് വിജയന് വേണ്ടി കൂലി അടിമ പണി ചെയ്യാൻ മടിയില്ലാതിരുന്ന ആളാണ് ഈ MR അജിത് കുമാർ. അതിനുശേഷം അയാളെക്കുറിച്ച് ഉയർന്നു വന്ന വിവാദങ്ങൾ എന്താ? പൂരം അട്ടിമറിക്കാൻ അയാൾ ശ്രമിച്ചു എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതാണ് CPIയുടെ മന്ത്രിമാരാണ്. ആ മന്ത്രിമാരാണ് പറഞ്ഞത് പൂരം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ശ്രമിച്ചതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതുപോലെ തന്നെ അയാൾക്കെതിരെ വന്ന വേറൊരു ആരോപണം എന്തായിരുന്നു? ദത്താത്രേയ ഹൊസബോളയും രാം മാധവനെയും അയാൾ വിജയന് വേണ്ടി കാണാനും രഹസ്യ സംഭാഷണം നടത്താൻ വേണ്ടി പോയി എന്ന് ഉള്ള വിവരം പുറത്തു കൊണ്ടുവന്നത് അന്ന് പ്രതിപക്ഷ നേതാവ്, ഇന്ന് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന VD സതീശനാണ്. അതുപോലെ തന്നെ അയാൾക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് വന്നു. ആ കേസിലെല്ലാം തന്നെ അയാളെ ആദ്യാവസാനം രക്ഷിച്ചത് പിണറായി സർക്കാരായിരുന്നു. യഥാർത്ഥത്തിൽ വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വിജയന് വേണ്ടി വിജയൻ്റെ ഇത്രയും പൃഷ്ഠം താങ്ങിയ, വിജയൻ്റെ ബ്ലൂ ഐഡ് ബോയ് ആയ,
വിജയൻ്റെ വിശ്വസ്ത വിനീത വിധേയനായിട്ടുള്ള ഇതുപോലൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇതിനും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലും എനിക്ക് സംശയമാണ്. വിജയനെ സഹായിച്ച വേറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ടോമിൻ തച്ചങ്കരിയൊക്കെ വിജയനെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇയാൾ ചെയ്തതുപോലെ വിജയൻ്റെ മൂട് താങ്ങിയായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥൻ ഇതിനും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആരും സംശയം എനിക്ക് ഇല്ലെന്നുള്ള കാര്യത്തിൽ എനിക്ക് ആരും സംശയവുമില്ല. അതിന് പുറമെയാണ് ഇയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ കുട്ടികളെ അതിഭീകരമായി മർദ്ദിച്ചിട്ടുള്ള ആ വിഷയത്തിൽ ഗൂഢാലോചന നടത്തി എന്നുള്ള റിപ്പോർട്ട് വന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം UDF സർക്കാർ അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്ന ആദ്യ ക്യാബിനറ്റ് തന്നെ ഈ യൂത്ത് കോൺഗ്രസ് കുട്ടികളെ അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ SIT അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമായി. ഷൗക്കത്ത് അലി എന്ന് പറഞ്ഞ ഏറ്റവും കാര്യക്ഷമതയുള്ള ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ SIT രൂപീകരിച്ചു. VD സതീശൻ്റെ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ തന്നെ VD സതീശൻ പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികളുടെ കണ്ണുനീര് ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. SIT രൂപീകരിച്ചു. അവർ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് അവർ സർക്കാരിൽ സമർപ്പിച്ചു. ആ അന്വേഷണ റിപ്പോർട്ടിൽ ADGP അജിത് കുമാറിന് ഇതുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള നിലയിലുള്ള വാർത്തകൾ അന്ന് പുറത്തു വന്നു. ആ റിപ്പോർട്ട് DGPക്ക് സമർപ്പിച്ചു. DGP അത് പരിശോധിച്ച് ആഭ്യന്തര സെക്രട്ടറിക്ക് കൊടുക്കണം. ആഭ്യന്തര സെക്രട്ടറി അത് പരിശോധിച്ച് ആഭ്യന്തരമന്ത്രിക്ക് കൊടുക്കണം. അതിനെ തുടർന്ന് നടപടി ഉണ്ടാവണം. ഈ റിപ്പോർട്ട് 2-3 ആഴ്ച DGPയുടെ മുന്നിൽ അയാളുടെ മേശപ്പുറത്ത് ഇരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അതങ്ങനെ ഇരിക്കാൻ പാടുണ്ടായിരുന്നോ എന്നുള്ള സംശയവും സ്വാഭാവികമായി ഉയരാം. അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പം നടക്കുന്നത് എന്താ സുഹൃത്തുക്കളെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണത്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനൽ ഏഷ്യാനെറ്റ് എന്നാണ് ആ ചാനലിൻ്റെ പേര്. ആ ചാനലിൻ്റെ നേതൃത്വത്തിൽ ADGP അജിത് കുമാറിനെ UDF സർക്കാർ സംരക്ഷിക്കാൻ പോവുകയാണെന്നുള്ള നിലയിലുള്ള വലിയ പ്രചണ്ഡമായ പ്രചരണം അവർ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുക. അതിനവർ പറയുന്നത് 10-17 ദിവസം അത് DGPയുടെ മേശപ്പുറത്ത് ആ ഫയൽ ഇരുന്നു എന്നുള്ളത് ശരിയാണ്. ആരും തെറ്റാണെന്ന് പറയുന്നില്ല. ഇരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ അങ്ങനെ ഇരുന്നു എന്ന് പറയുന്നത് കൊണ്ട് അയാളെ രക്ഷിക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പ് ആഭ്യന്തരമന്ത്രിയും അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ശ്രമിച്ചു എന്ന് നമുക്ക് അങ്ങോട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ സുഹൃത്തുക്കളെ? എന്താണ് ഏഷ്യാനെറ്റിൻ്റെ പ്രചരണം? ഏഷ്യാനെറ്റ് പറയുന്നത് ഇത് LDF സർക്കാർ സംരക്ഷിച്ച പോലെ UDF സർക്കാരും സംരക്ഷിക്കുകയാണ്. ഈ മാസം 31-ാം തീയതി അയാൾക്ക് DGP ആയിട്ട് പ്രൊമോഷൻ കിട്ടണം. ആ പ്രൊമോഷൻ കിട്ടാനുള്ള സമയം വരെ ഈ ഫയൽ അവിടെ വെച്ച് താമസിപ്പിച്ച് അയാളെ രക്ഷപ്പെടുത്തി അയാൾക്ക് DGP ആയിട്ട് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രമം നടക്കുകയാണെന്നുള്ള നീചമായിട്ടുള്ള പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. നീചമായിട്ടുള്ള പ്രചരണം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഏഷ്യാനെറ്റിൻ്റെ നേതൃത്വത്തിൽ ഏഷ്യാനെറ്റിന് എന്തോ സ്വാർത്ഥ താല്പര്യം നിശ്ചിത താല്പര്യം വെച്ച് നടത്തുന്ന ഒരു പ്രചണ്ഡമായ പ്രചരണമാണ് ഇത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ഇത് 10-17 ദിവസം അവിടെ ഇരുന്നു, ശരി തന്നെയാണ്. പക്ഷേ MR അജിത് കുമാറിന് പ്രൊമോഷൻ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് കമ്മിറ്റി യോഗം ചേരാൻ പോകുന്നത് ഈ മാസം 31-ാം തീയതിയാണ്. ഇപ്പോൾ തന്നെ 12-13 ആയിട്ടുള്ളൂ. ഇനിയും ദിവസങ്ങൾ ഒരുപാട് കിടപ്പുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിലുള്ള ഇവരുടെ പ്രചരണം എന്താ? ഏഷ്യാനെറ്റിൻ്റെ പ്രചരണം എന്താ? ആഭ്യന്തരമന്ത്രി എന്തുകൊണ്ട് ആ ഫയൽ വിളിപ്പിക്കുന്നില്ല? ആഭ്യന്തരമന്ത്രി ഫയൽ വിളിപ്പിച്ചിട്ട് ആഭ്യന്തരമന്ത്രി ഇയാൾക്കെതിരെ എന്തുകൊണ്ട് അച്ചടക്ക നടപടി എടുക്കുന്നില്ല? ഇതാണ് ഇവരുടെ പ്രചരണം. ഈ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഏഷ്യാനെറ്റിലെ ഒരു മാധ്യമ പ്രവർത്തകനാണ്. ആ മാധ്യമ പ്രവർത്തകൻ്റെ പേര് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ മാധ്യമപ്രവർത്തകൻ ഒരുപാട് സ്വാർത്ഥ താല്പര്യമുള്ള ആളാണ് എന്നുള്ള ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒരേ ഒരു മാധ്യമപ്രവർത്തകനാണ് ഇതിൻ്റെ പുറകിലുള്ളത്. ആ മാധ്യമപ്രവർത്തകൻ പോലീസിലെ ഒരു ഉന്നതൻ്റെ കയ്യാളായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങളുണ്ട്. ഞാൻ ഈ മാധ്യമപ്രവർത്തകനെയും മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെയും പേര് പറയാത്തത് അത് ഈ മാധ്യമപ്രവർത്തകൻ എനിക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ആ മാധ്യമപ്രവർത്തകൻ എനിക്കെതിരെ ചെയ്തത് എന്താണെന്നറിയാമോ? കീഴ്ക്കോടതിയിൽ ഒരു മാനനഷ്ട കേസ് വന്നു എനിക്കെതിരെ. ഈ മാധ്യമപ്രവർത്തകൻ്റെ സുഹൃത്തായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ കൊടുത്തതാണ് ആ കേസ്. ആ കേസിൻ്റെ നടപടിക്രമങ്ങൾ എന്താണെന്ന് എന്നെ കോടതി അറിയിച്ചിട്ടേ ഇല്ല. ഒരു സുപ്രഭാതത്തിൽ ഞാൻ ബസ്സിൽ പോകുമ്പോഴത്തേക്കും വാർത്ത എടുത്ത് നോക്കുമ്പോൾ ഏഷ്യാനെറ്റിൽ ഈ മാധ്യമപ്രവർത്തകൻ പറയുന്നു, എനിക്കെതിരെ 5 ലക്ഷം രൂപ എനിക്ക് പിഴയടച്ചുകൊണ്ട് എനിക്കെതിരെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിൽ വാർത്ത. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ വിളിച്ച് ചോദിക്കുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ എന്താ അങ്ങനൊരു
വിധി വന്നിട്ടുണ്ട്. പക്ഷേ അതൊരു എക്സ് പാർട്ടി വിധിയാണ്. ആ വിധിയെ സംബന്ധിച്ച് എനിക്ക് യാതൊരു വിവരവുമില്ല, എന്നെ ഒന്നും അറിയിച്ചിട്ടുമില്ല. എൻ്റെ വാദം കേൾക്കാതെയുള്ള ഒരു വിധിയാണ് ആ വിധി. ഞാനത് സംബന്ധിച്ച് ഈ റിപ്പോർട്ടർ വിളിച്ച് ചോദിച്ചപ്പോൾ അയാൾ വളരെ രൂക്ഷമായ ഭാഷയിൽ എന്നോട് പ്രതികരിച്ചു, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള വഴി ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്കെതിരെ അന്ന് വാർത്ത കൊടുത്തു, എക്സ് പാർട്ടി വിധിയായിരുന്നു. ഇപ്പം ഞാൻ ആ മാധ്യമപ്രവർത്തനോട് പറയുന്നത്, ആ എക്സ് പാർട്ടി വിധിയിൽ അത് എക്സ് പാർട്ടി വിധി ആയിരുന്നു അന്ന് എന്ന് കോടതി അംഗീകരിക്കുകയും എനിക്കെതിരെ 5 ലക്ഷം രൂപ പിഴ ഇട്ട ആ വിധിന്യായം റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ മാധ്യമപ്രവർത്തകൻ ആ വാർത്ത കൊടുക്കണ്ടേ? അയാൾ കൊടുത്തിട്ടുണ്ടോ? അയാൾ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അയാൾക്കൊരു സ്വാർത്ഥ താല്പര്യം ഇതിനകത്തുണ്ട്. പക്ഷേ ആ സ്വാർത്ഥ താല്പര്യം ഏഷ്യാനെറ്റ് ഏറ്റെടുക്കാൻ പാടുണ്ടോ? എന്താണ് ഏഷ്യാനെറ്റിൻ്റെ ആവശ്യം? ഉടനടി നടപടി അജിത് കുമാറിനെതിരെ എടുക്കണം. അങ്ങനെ എടുക്കാൻ കഴിയുമോ ഏഷ്യാനെറ്റെ? ഞാൻ ചോദിക്കട്ടെ. ഇയാൾക്കെതിരെ ആരോപണങ്ങളുണ്ട്, ഇയാൾക്കെതിരെ ഒരു അന്വേഷണ റിപ്പോർട്ടുമുണ്ട്. പക്ഷേ UDF സർക്കാരിൻ്റെ കണ്ണിലെ കരടാണ് ഇയാളെന്നുള്ളത് വളരെ വ്യക്തമല്ലേ? ആദ്യ പത്രസമ്മേളനത്തിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞെന്താണ്? ഞങ്ങളുടെ കുട്ടികളുടെ കണ്ണുനീരിന് ഞങ്ങൾ വില കൽപ്പിക്കുന്നവരാണ് എന്നല്ലേ പറഞ്ഞത്? ഈ ഉദ്യോഗസ്ഥനെതിരായിട്ടല്ലേ പറഞ്ഞത്? സ്വാഭാവികമായും ആ റിപ്പോർട്ട് ഫുൾ പ്രൂഫായിട്ടുള്ള റിപ്പോർട്ട് അല്ലെങ്കിൽ ആ റിപ്പോർട്ട് കോടതി ചെല്ലുമ്പം തിരിച്ചടിയേക്കില്ലേ? ഏറ്റാൽ രമേശ് ചെന്നിത്തല ചീത്ത വിളി കേൾക്കേണ്ടി വരില്ലേ? അപ്പോഴും ഈ ഏഷ്യാനെറ്റുകാരും ഈ വിനു വി ജോണും ഒക്കെ ആയിരിക്കില്ലേ ആഭ്യന്തര വകുപ്പിനെതിരെ കുറ്റപ്പെടുത്തി കൊണ്ടുവരുന്നത്? അവിടെ എന്താ പറയുന്നത്? ആഭ്യന്തരമന്ത്രിയോട് ചോദിക്കുകയാണ്, പത്രസമ്മേളനങ്ങൾ എന്തുകൊണ്ട് ഫയൽ വിളിപ്പിക്കുന്നില്ല? ഫയൽ വിളിപ്പിച്ചാൽ പോയില്ലേ? എന്തടിസ്ഥാനത്തിലാണ് ഫയൽ വിളിപ്പിക്കുന്നത്? ഈ കേസ് മറ്റു കേസുകൾ പോലെ തന്നെയല്ലേ? ആഭ്യന്തരമന്ത്രി ഫയൽ വിളിപ്പിച്ചു കഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രിക്ക് ഇതിനകത്ത് പ്രത്യേക താല്പര്യം ഉണ്ടെന്നുള്ളത് വരില്ലേ? UDF സർക്കാരിന് പ്രത്യേക താല്പര്യം ഉണ്ടെന്നുള്ളത് വരില്ലേ? അത് ഇയാൾക്ക് ഏറ്റവും വലിയ ഗുണമാകില്ലേ കോടതിയിൽ? അയാൾ കോടതി ചെന്നിട്ട് പറയല്ലേ, കണ്ടോ എനിക്കെതിരെ മോട്ടിവേറ്റഡ് ആയിട്ട് നിലപാടെടുത്തിരിക്കുന്നു, എൻ്റെ അന്വേഷണ റിപ്പോർട്ട് ചോദിച്ചു വാങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഇത് മോട്ടിവേറ്റഡ് ആണെന്ന് പറഞ്ഞ് കോടതിയിൽ നിന്ന് ആ കേസ് തള്ളിപ്പോവില്ലേ? ഏഷ്യാനെറ്റ് തള്ളിപ്പോയി കഴിയുമ്പോൾ നിങ്ങൾ ആഭ്യന്തരമന്ത്രിയെ കുറ്റപ്പെടുത്തില്ലേ? യഥാർത്ഥത്തിൽ ആ കുരുക്കിൽ ആഭ്യന്തരമന്ത്രി വീണില്ല. ആഭ്യന്തരമന്ത്രി പറഞ്ഞ് എനിക്കങ്ങനെ ചോദിച്ചു മേടിക്കാൻ പറ്റില്ല. ഇനി MR അജിത് കുമാറിനെ DGP ആക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം വരാൻ പോകുന്നത് 30 കഴിഞ്ഞിട്ടല്ലേ? 30-നല്ലേ ഒരു DGP റിട്ടയർ ചെയ്യാൻ പോകുന്നത്? ഇന്ന് 12-13 ആയുള്ളൂ. എന്താണ് ഏഷ്യാനെറ്റ് ഇതിനകത്തൊരു വലിയ ഒരു ധൃതി? എന്താണ് ഏഷ്യാനെറ്റ് വിചാരിക്കുന്നത് പോലെ ഒരു ആഭ്യന്തരമന്ത്രി തീരുമാനിക്കണം എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? കഴിയില്ല. കാരണം അതൊരു സർക്കാരാണ്, നിങ്ങളൊരു ചാനൽ മാത്രമാണ്. അപ്പം അതുകൊണ്ട് ഇതിനകത്ത് എന്തൊക്കെയോ സ്വാർത്ഥ താല്പര്യങ്ങൾ, ആരുടെയൊക്കെയോ നിശ്ചിത താല്പര്യങ്ങൾ ഉള്ളതുപോലെ ആണ് എനിക്ക് തോന്നുന്നത് എന്നുള്ള വസ്തുത ഞാൻ പറയട്ടെ. ഇത് 17 ദിവസം എന്തുകൊണ്ട് DGPയുടെ മേശപ്പുറത്തിരുന്നു എന്ന് ചോദിച്ചാൽ അതിനോട് എനിക്കും യോജിപ്പില്ല. അത്ര ഇരിക്കാൻ പാടില്ലായിരുന്നു. ഇപ്പം ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്നത് എന്താ? ഇന്നലെ വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നലെ വന്ന വാർത്ത, ആ റിപ്പോർട്ടിൽ എന്തൊക്കെയോ കുറച്ചുകൂടി വിശദാംശങ്ങൾ വേണം എന്നുള്ളത് കൊണ്ട് DGP അത് SITക്ക് കൊടുത്തിരിക്കുന്നു. ആ വിവരങ്ങൾ കൂടി മേടിച്ച് അജിത് കുമാറിൻ്റെ മൊഴിയും കൂടി എടുത്ത് ആ റിപ്പോർട്ട് ഫുൾ പ്രൂഫാക്കി അതിലൊരു കുഴപ്പമില്ലാത്ത നിലയിലാക്കി അത് ആഭ്യന്തരമന്ത്രിക്ക് കൊടുത്ത് ആഭ്യന്തര സെക്രട്ടറിക്ക് കൊടുത്ത് ആഭ്യന്തരമന്ത്രി അത് കണ്ട് നടപടിയെടുക്കാനാണ് തീരുമാനം എന്നാണ് മിക്കവാറും എല്ലാ ചാനലുകളും എക്സെപ്റ്റ് 1 ചാനൽ റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെയാണ് മറ്റുള്ള എല്ലാ ചാനലുകളുടെയും വാർത്തകൾ ഞാൻ നോക്കി. എന്നാൽ ഒരു ചാനൽ ഏഷ്യാനെറ്റ് മാത്രം പറയുന്ന SIT റിപ്പോർട്ട് മടക്കി. SIT റിപ്പോർട്ട് മടക്കിയിരിക്കുന്നത് ഈ അജിത് കുമാറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നങ്ങ് പറയിച്ചിട്ട് അങ്ങ് പറഞ്ഞ് പോവുകയാണ്. പറയുന്നു, വാർത്ത ചെയ്യുന്നു, അവരുടെ റിപ്പോർട്ടർ ചെയ്യുന്നു, അവരുടെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടർ ചെയ്യുന്നു, ഇതിലെ ഇരകളെ വിളിച്ചിട്ട് ചോദ്യം ചോദിക്കുന്നു. ഇത് എന്ത് മാധ്യമ പ്രവർത്തനമാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചിലപ്പോൾ ഇത് ഇത്തിരി താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില ശക്തികളൊക്കെ ചിലപ്പോൾ പ്രവർത്തിച്ചിട്ടുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് സ്വാർത്ഥ താല്പര്യമാണ്, അത് നിശ്ചിത താല്പര്യമാണ്. ആഭ്യന്തരമന്ത്രി ഇങ്ങനെ പ്രവർത്തിക്കണം, പ്രവർത്തിച്ചില്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊന്നും പറഞ്ഞൊരു ചാനൽ വരുന്നൊന്നും ശരിയല്ല. ഇതിൽ സ്വാർത്ഥ താല്പര്യമുണ്ട്, ഇതിൽ നിശ്ചിത താല്പര്യമുണ്ട്, ഇതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലരും ഇതിൻ്റെ പുറകിൽ കളിക്കുന്നുണ്ട്. അതാരാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അയാൾക്ക് വേണ്ടി ഏഷ്യാനെറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടർ ആരാണെന്ന് നമുക്കറിയാം. പക്ഷേ ഏഷ്യാനെറ്റിനെ പോലൊരു മാധ്യമം ഇതുപോലെ ഏകപക്ഷീയമായി ഇതുപോലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ എടുത്തു പോകുന്നത് തെറ്റാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം മറ്റ് ചാനലുകളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ
മുൻ ഗവൺമെൻറ്റിൻ്റെ ആയാലും ഈ ഗവൺമെൻറ് ആയാലും തെറ്റായ നയങ്ങളെ ആർജവത്തോടുകൂടി എതിർക്കുന്ന ഒരു ചാനലാണ് ഈ ചാനൽ. ഈ ചാനലിന് ഈ അജിത് കുമാറിൻ്റെ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കുരുക്കാനുള്ള എന്തോ ഒരു സ്വാർത്ഥ താല്പര്യം ഈ ഏഷ്യാനെറ്റിൻ്റെ പ്രചരണത്തിൽ ഉണ്ടോ എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള, വളരെ ഗൗരവമായിട്ടുള്ള ഒരു സംശയം എനിക്കുണ്ട്. അത് എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്തിട്ടുള്ളത്.